ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു ലോ ഓഫ് അട്രാക്ഷൻ രീതിയാണ്. അത് വേറൊന്നല്ല 369. ഈ ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് ഒരു സ്ക്രിപ്റ്റിംഗ് രീതിയാണ്. അപ്പോൾ ഇവിടെ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആരുമായിട്ടാണോ റിലേഷൻഷിപ്പിലായിട്ടുള്ളത് അല്ലെങ്കിൽ ആരുമായിട്ടുള്ള പ്രോബ്ലം ആണോ നിങ്ങൾക്ക് സോൾവ് ആവേണ്ടത്, ആ പേഴ്സന്റെ പേര് എഴുതുക എന്നുള്ളതാണ്. ആ ആളുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം എഴുതുക. അതായത് എന്താണ് അയാളുടെ പേര് എന്നുള്ളത് 3 പ്രാവശ്യം നിങ്ങൾ എഴുതുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയുമായിട്ട് പ്രണയബന്ധത്തിലാവാനാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഇന്റൻഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സുഹൃത്ത് ബന്ധമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അത്. സോ അങ്ങനെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദെൻ അത് 6 പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ അവരുമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ട് നല്ല ഹാപ്പി ലൈഫാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ഇന്ന വ്യക്തിയുമായി ഞാൻ സന്തോഷകരമായ ജീവിതത്തിലാണ് എന്നുള്ളത് എഴുതുക. അതായത് ആ വ്യക്തിയുടെ പേര് എഴുതുക, ആ ആളുമായിട്ട് ഞാൻ സന്തോഷകരമായ ജീവിതത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: ഇന്ന ആളുമായി ഞാൻ പ്രണയത്തിലാകുന്നു എന്നുള്ളത് എഴുതാം. അതേപോലെ സുഹൃത്ത് ബന്ധമാണെന്നുണ്ടെങ്കിലും അങ്ങനെ, ഇന്ന ആളുമായി ഞാൻ സുഹൃത്ത് ബന്ധത്തിലാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. സോ ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് 6 പ്രാവശ്യമാണ് എഴുതേണ്ടത്. അതായത് ആദ്യം നമ്മൾ അവരുടെ പേര് 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് 6 പ്രാവശ്യം എഴുതി. ദെൻ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് വരുന്നത്, 9 പ്രാവശ്യം എഴുതാനുള്ളത്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ് നിങ്ങൾ അവരിൽ നിന്നും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സെന്റൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അത് 9 പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. അതാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസ് എഴുതാം. അതല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്നവർ പറയാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്താണ് അവരിൽ നിന്നും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു സെന്റൻസ് നിങ്ങൾ 9 പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് 369 എന്നുള്ളത്. 3 പ്രാവശ്യം അവരുടെ പേര് എഴുതുക. ദെൻ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, അതാണ് നിങ്ങൾ 6 പ്രാവശ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്നും എന്താണ് നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു സെന്റൻസ് 9 പ്രാവശ്യം എഴുതുക. ഇത്രയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഇത് നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഈ 21 ദിവസത്തിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് രാത്രി തന്നെയാണെന്നുണ്ടെങ്കിൽ 21 ദിവസവും നിങ്ങൾ രാത്രി തന്നെ ചെയ്യാനായിട്ട് നോക്കുക. രാവിലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 21 ദിവസം മുഴുവൻ നിങ്ങൾ രാവിലെ തന്നെ ചെയ്യാം. അല്ലാതെ ഒരു ദിവസം രാത്രിയും ഒരു ദിവസം രാവിലെയുമായിട്ട് ചെയ്യരുത്. കറക്റ്റായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ ആ 21 ദിവസം കംപ്ലീറ്റ് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഒരുപാട് ക്ലയൻസിന് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നെ ഇതെന്താണെന്നുള്ളത് ഏകദേശം അറിയുന്നുണ്ടായിരിക്കും. ചില ആളുകൾക്കാവും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവാതിരിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, then ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നൊക്കെ അറിയാണ്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്യുക, റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു പ്രോബ്ലമായിട്ട് പോകുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് കൂടി ഒന്ന് ചെയ്യാനായിട്ട് പറഞ്ഞോളാം. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്